ഓക്കെ, ക്ലാസിഫിക്കേഷനകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് മെനി കോമ്പോസിറ്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ജസ്റ്റ് ടു ഫേസസ്. ഫസ്റ്റ് ഫേസിനെ പറയുന്ന പേരാണ് മെട്രിക്സ് എന്നാണ്. ആ ഒരു മെട്രിക്സ് ഫേസിന്റെ പ്രത്യേകത വിച്ച് ഇസ് കണ്ടിന്യൂസ് ആണ് ആൻഡ് സറൗണ്ടിങ് അതർ ഫേസ് ഓഫൺ കാൾഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. അപ്പൊ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുമ്പോഴത്തേന് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാണത്തില്ല. ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫേസിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഡിസ്പേഴ്സ് ചെയ്തായിരിക്കും സെക്കൻഡ് ഫേസ് കിടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കേക്കിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കേക്കിനകത്ത് മെയിൻ ആയിട്ടും ആ ഒരു കേക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കാണും. അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഡിസ്പോസ് ചെയ്തിട്ട് എന്ത് കാണും? അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഡിസ്പോസ് ചെയ്തിട്ട് ചെറിയ നട്ട്സ് അല്ലെങ്കിൽ കാഷ്യൂ അല്ലെങ്കിൽ എന്താ ഫ്രൂട്ട്സിന്റെ അല്ലെ ഐറ്റംസ് കാണാം. അപ്പൊ അത് മെയിൻ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താണ് അതിനകത്ത്? അപ്പൊ കോമ്പോസിറ്റോട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ആ കേക്കിന്റെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് മെട്രിക്സ്. ആ മെട്രിക്സിനകത്ത് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഗ്രേപ്സിന്റെ ഒക്കെ പറയുന്ന പേരാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയ കമ്പാരിസൺ മനസ്സിലായോ? ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ പറയണേ. ഹലോ, ഓക്കെ. ഇനി നമുക്ക് the properties of the composites are of a function of properties of constituent phases and relative amounts and geometry of displaced phases. ഇനി ഈ കോമ്പോസിറ്റിന്റെ പ്രോപ്പർട്ടി എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് എന്തൊക്കെ ഫേസസ് ആണോ? രണ്ട് ഫേസെങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഫേസസ് ഉണ്ട്? ആ ഫേസസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. രണ്ടാമത്തത്, ആ ഓരോ ഫേസും എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടെന്ന് നോക്കും. ഓരോ ഫേസും എത്രമാത്രം ക്വാണ്ടിറ്റി പ്രസന്റ് ചെയ്തിട്ടുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തേർഡ് വണ്ണ്, ഈ ഡിസ്പേഴ്സ് ചെയ്തല്ലോ ഞാൻ പറഞ്ഞപ്പോൾ കേക്ക് എടുക്കുവാണെങ്കിൽ കേക്കിനകത്ത് സോഫ്റ്റ് മെറ്റീരിയലിനകത്ത് നമ്മൾ എന്തുവാ ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കുന്നത്? ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കുന്നത് എന്തുവാ ഡിസ്പേഴ്സ് കൊടുക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് പറയടാ. നമ്മള് കേക്ക് അല്ലെങ്കിൽ നമ്മള് പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേന് പറഞ്ഞേ, അതിനകത്ത് എന്തോ ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കുന്നത്? ആ ഡിസ്പേഴ്സ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടും പിന്നെ പ്രോപ്പർട്ടീസ് ഡിസൈഡ്. ഇപ്പൊ ചെറിയ ഫൈൻ പാർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യും. അതിന്റെ ഡിസ്പേഴ്സ് ചെയ്ത പാർട്ടിക്കിൾസ് കുറച്ച് ലാർജ് ഇൻ സൈസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി എഗെയിൻ ചേഞ്ച് ചെയ്യും. അപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസ് ജിയോമെട്രി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ജിയോമെട്രി ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് മീൻസ് ദ ഷേപ്പ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആൻഡ് പാർട്ടിക്കിൾ സൈസ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓറിയന്റേഷൻ. ഡിസ്പേഴ്സ്ഡ് ജിയോമെട്രി എന്ന് പറയുമ്പോൾ ഫേസ് ജിയോമെട്രി പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? മെയിൻ മെട്രിക്സ് കാണും. ആ മെയിൻ മെട്രിക്സിനകത്ത് വേറെ ഒരു മെറ്റീരിയൽ, അത് മെറ്റൽ ആവാം, നോൺ മെറ്റൽ ആവാം, സെറാമിക്സ് ആവാം, എന്ത് വേണമെങ്കിലും ആകാം അല്ലേ. ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു മെറ്റീരിയലിന്റെ ഷേപ്പ്, ആ ഒരു മെറ്റീരിയലിന്റെ സൈസ്, അതിന്റെ ഓറിയന്റേഷൻ, അതെങ്ങനെ ഓറിയന്റേഷൻ ചെയ്തിട്ടുണ്ട്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും ഏതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേന് ഈ കോമ്പോസിറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ. നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ RCC അല്ലേ കോൺക്രീറ്റ് എടുക്കുന്നത്. കോൺക്രീറ്റിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്? കോൺക്രീറ്റിനകത്ത് നമ്മൾ എന്തുവാ ചെയ്യുന്നത്? മെയിൻ ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? നമ്മൾ എന്താണ് മെറ്റൽ സിമെന്റ് മോട്ടർ മിക്സ് ആണ് അല്ലേ. അതിനകത്തോടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? നമ്മൾ കൊടുക്കുന്നത് അതിനകത്ത് ഈ നമ്മൾ സാൻഡിന്റെയും സിമെന്റിന്റെയും മിക്സ് ആണ്. അതിനകത്തോട്ട് നമ്മൾ മെറ്റൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ സ്റ്റീൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ. അപ്പൊ ഈ മെറ്റലിന്റെ സൈസ് ചെറുതാണെന്നുണ്ടെങ്കിൽ അതിന് സ്ട്രെങ്ത് വേറേതായിരിക്കും. മെറ്റലിന്റെ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്ട്രെങ്ത് ആയിരിക്കും അല്ലെ. അപ്പൊ അതിനകത്ത് ഡിസ്പ്ലേസ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ ഷേപ്പ്, അതിന്റെ ഓറിയന്റേഷൻ, ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് എന്തും ചേഞ്ച് ചെയ്യും. അതിന്റെ സ്ട്രെങ്തും ചേഞ്ച് ചെയ്യും അല്ലെ. ബേസ്ഡ് ഓൺ ദി കോമ്പോസിറ്റ്സ്, ഇതിന്റെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് കോമ്പോസിറ്റ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ
പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ്, സെക്കൻഡ് വൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്, സെക്കൻഡ് വൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്. ഇപ്പോൾ പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ് രണ്ടെണ്ണം ഉണ്ട്. ലാർജ് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് ഉണ്ട്, ഡിസ്പേർഷൻ സ്ട്രെങ്തൻഡ് റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റും ഉണ്ട്. ഇത് നമ്മൾ ഇപ്പുറത്ത് പറഞ്ഞതാണ് കേട്ടോ. കണ്ടോ, പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, അതിന്റെ റീഇൻഫോഴ്സ്ഡ് ജോമെട്രി നമ്മൾ പറഞ്ഞു. ഈ ഒരു ഫേസ് കോമ്പോസിഷൻ രണ്ടെണ്ണം ഉണ്ട്, റീഇൻഫോഴ്സ്ഡും ഉണ്ട്, മെട്രിക്സും ഉണ്ട്. ആ റീഇൻഫോഴ്സ്ഡിനകത്ത് വരുന്ന രണ്ട് സെക്ഷനാണ്. ഒന്ന് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് ഉണ്ട്, ഒന്ന് ഫൈബർ റീഇൻഫോഴ്സ്ഡ് ഉണ്ട്. അല്ലെ, പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. ലാർജ് പാർട്ടിക്കിൾ സ്ട്രെങ്തൻഡും ഉണ്ട്, ഡിസ്പേർഷൻ സ്ട്രെങ്തൻഡും ഉണ്ട്. ഒന്ന് ഫൈബർ റീഇൻഫോഴ്സ്ഡിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, കണ്ടിന്യൂസും ഉണ്ട്, ഡിസ്കണ്ടിന്യൂസും ഉണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്രയും സെക്ഷൻ മനസ്സിലായില്ലേ? റീഇൻഫോഴ്സ്ഡ് ജോമെട്രി എന്ന് പറയുമ്പോഴത്തേന് രണ്ടെണ്ണമാണ്, പാർട്ടിക്കിളും ഉണ്ട്, ഫൈബറും ഉണ്ട്. പാർട്ടിക്കിൾ രണ്ടെണ്ണം ഉണ്ട്, ലാർജ് പാർട്ടിക്കിൾ സ്ട്രെങ്തൻഡും ഉണ്ട്, ഡിസ്പേർഷൻ സ്ട്രെങ്തൻഡും ഉണ്ട്. ഫൈബർ റീഇൻഫോഴ്സ്ഡ് രണ്ടെണ്ണം ഉണ്ട്, പിന്നെ കണ്ടിന്യൂസ് ഉണ്ട്, ഡിസ്കണ്ടിന്യൂസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് രണ്ടെണ്ണം, ഒന്ന് ലാർജ് പാർട്ടിക്കിൾ, ഡിസ്പേർഷൻ സ്ട്രെങ്തൻഡ്. ഫൈബർ റീഇൻഫോഴ്സ്ഡ് രണ്ടുണ്ട്, കണ്ടിന്യൂസ് ഫൈബർ, ഡിസ്കണ്ടിന്യൂസ് ഫൈബർ. അപ്പോൾ അത് രണ്ടെണ്ണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലാർജ് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡും ഫൈബർ റീഇൻഫോഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ, പാർട്ടിക്കിളിനകത്ത് പാർട്ടിക്കിൾസ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. പക്ഷെ ഫൈബറിനകത്ത് എങ്ങനെ ആയിരിക്കും, ചെറിയ ചെറിയ ഫൈബറും പാർട്ടിക്കിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫൈബർ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഇത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് അല്ലെ. ഫൈബർ എന്ന് വെച്ചാൽ എങ്ങനെ ആയിരിക്കും, ചെറിയ ചെറിയ ട്യൂബ്സ് ആയിരിക്കും ഫൈബർ അല്ലെ. ഇങ്ങനെയൊക്കെ കാണപ്പെടുന്നതാണ് പാർട്ടിക്കിൾസ്. ഉണ്ടോ, ഇങ്ങനെ കാണപ്പെടുന്ന പാർട്ടിക്കിൾസ്. ഫൈബർ എന്ന് വെച്ചാൽ എങ്ങനാ, ഫൈബർ എന്ന് വെച്ചാൽ എന്താണ്, നാരുകളല്ലേ. നാരുകളെന്നല്ലേ നമ്മൾ പറയത്തില്ലേ, ഫൈബർ കണ്ടന്റുള്ള ഫുഡ് എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ ഫൈബർ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്, ചെറിയ ചെറിയ സിലിണ്ടറിക്കൽ പാർട്ടിക്കിൾസ് ആണ് ഇങ്ങനെ. പക്ഷെ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ പാർട്ടിക്കിൾസിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണപ്പെടുന്നത് ഇങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് ലാർജ് പാർട്ടിക്കിളും ഉണ്ട്, ഡിസ്പേർഷൻസ് ഉണ്ട്. ഫൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കാണപ്പെടുന്നത് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഒരു കോമ്പോസിറ്റിനകത്ത് രണ്ട് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞ്, രണ്ട് ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫേസിനെ പറയുന്ന പേരെന്താണ്? എന്തുവാടാ ഫസ്റ്റ് ഫേസിനെ പറയുന്ന പേരെന്താണ്? ഫസ്റ്റ് മെട്രിക്സ്. സെക്കൻഡ് ഫേസ് എന്താണ്? ഡിസ്പേസ്ഡ് ഫേസ്. അപ്പൊ ഈ ഡിസ്പേസ്ഡ് ഫേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചാണ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? ഡിസ്പേസ്ഡ് ഫേസിന്റെ പാർട്ടിക്കിൾ സൈസ്, ഡിസ്ട്രിബ്യൂഷൻ, ഓറിയന്റേഷൻ, ഷേപ്പ് അനുസരിച്ചാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്, സെക്കൻഡ് വണ് ഫൈബർ റീഇൻഫോഴ്സ്. മനസ്സിലായില്ലേ? ആ മെട്രിക്സിനകത്ത് ഇതൊരു മെട്രിക്സാ. ഈ മെട്രിക്സിനകത്ത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതാണ് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ് എന്ന് പറയുമ്പോൾ. ഇതൊരു മെട്രിക്സിനകത്ത് അതിനകത്ത് ഫൈബർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ് എന്ന് പറയും. ആണല്ലോ. അപ്പോൾ പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് രണ്ട് ടൈപ്പ് ഉണ്ട്, ലാർജ് പാർട്ടിക്കിളും ഉണ്ട്, ഡിസ്പേർഷൻ സ്ട്രെങ്തനും ഉണ്ട്. അതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇത്രയും ക്ലിയർ ആയോ? ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ? ഒരു കോമ്പോസിറ്റ് എടുത്തുന്ന രണ്ട് ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ് മെട്രിക്സ്, സെക്കൻഡ് ഫേസ് എന്താണ്? ഫസ്റ്റ് ഫേസ് മെട്രിക്സ്, സെക്കൻഡ് ഫേസ് എന്താണ്? സെക്കൻഡ് ഫേസ്? ഡിസ്പെർഷൻ ഫേസ്. ഈ ഡിസ്പെർഷൻ ഫേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതിന്റെ ഷേപ്പ്, അതിന്റെ സൈസ്, അതിന്റെ ഓറിയന്റേഷൻ അല്ലെ, അങ്ങനെയുള്ള ജോമെട്രി, ആ ഒരു കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബ്രോഡ് ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ. എന്തൊക്കെയാ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? ഇതൊക്കെ പരീക്ഷ ചോദിക്കുന്നതാ, പറഞ്ഞേ.
ഓക്കെ, അത് പാർട്ടിക്കിൾ റീൻഫോഴ്സ് രണ്ടെണ്ണം ഉണ്ട്. എന്തൊക്കെയാ? ലാർജ് പാർട്ടിക്കിൾ റീൻഫോഴ്സ്ഡ്, പിന്നെ സെക്കൻഡ് വൺ. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് എന്തുവാ? ലാർജ് പാർട്ടിക്കിൾ റീൻഫോഴ്സ്ഡ് കോമ്പസിനും പെടും. ഇപ്പൊ ലാർജ് പാർട്ടിക്കിൾ പേര് കേൾക്കുമ്പോൾ തന്നെ അതിനകത്തുണ്ട്. അതിനകത്ത് എങ്ങനെ ഈ ലാർജ് പാർട്ടിക്കിൾ കോമ്പോസിറ്റ് പാർട്ടിക്കിൾ മെട്രിക്സ് ഇന്ററാക്ഷൻ ട്രീറ്റഡ് ഓൺ എ മാക്രോസ്കോപ്പിക് ലെവൽ റാദർ ദാൻ അറ്റോമിക് ഓർ മോളിക്കുലർ ലെവൽ. പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് ആഡ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 to 50 മൈക്രോമീറ്റർ ആയിരിക്കും. എന്താണ് ആഡ് ചെയ്യുന്ന പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുമ്പോൾ 1 to 50 മൈക്രോമീറ്റർ ആയിരിക്കും. പിന്നെ അതിന്റെ കോൺസെൻട്രേഷൻ റേഞ്ചസ് ഫ്രം 15 to 40% ഓഫ് ദ വോളിയം. അതായത് ടോട്ടൽ വോളിയത്തിന്റെ 15 മുതൽ 40% ആയിരിക്കും പാർട്ടിക്കിൾസ് ഉള്ളത്. ബാക്കിയുള്ള ഭാഗം എന്തുമായിരിക്കും? ബാക്കിയുള്ള ഭാഗം എന്തുമായിരിക്കും? 15 to 40% പാർട്ടിക്കിൾസ് ആണെങ്കിൽ ബാക്കിയുള്ള ഭാഗം എന്തുമായിരിക്കും? രണ്ട് ഫേസ് ആണെന്ന് പറഞ്ഞു. എന്തൊക്കെ ഫേസ് ആണ്? കോമ്പോസിറ്റിനകത്ത് രണ്ട് ഫേസ് എന്തൊക്കെയാണ്? കോമ്പോസിറ്റ്സിനകത്തുള്ള രണ്ട് ഫേസസ് എന്തൊക്കെയാണ്? അപ്പം ഡിസ്പേഴ്സനെ ബേസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ആണ് പാർട്ടിക്കിൾ ബേസ്ഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ലാർജ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ആ ഡിസ്പേഴ്സ് ചെയ്ത പാർട്ടിക്കിളിന്റെ സൈസ് എങ്ങനെയായിരിക്കും? വലുതായിരിക്കും. എത്രമാത്രം സൈസ് വരും? 1 to 50 മൈക്രോമീറ്റർ വരെ വരും. 1 to 50 മൈക്രോമീറ്റർ വരെയുള്ള സൈസുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ലാർജ് പാർട്ടിക്കിൾ റീൻഫോഴ്സ്ഡ് കോമ്പോസിറ്റിനകത്ത്. അപ്പം 1 to 50 മൈക്രോമീറ്റർ വരെയുള്ള പാർട്ടിക്കിൾസ് ആ ടോട്ടൽ വോളിയത്തിന്റെ എത്ര ശതമാനം വരെ വരാം? 15 to 40. അപ്പൊ റിമൈനിങ് വോളിയം എന്തുമായിരിക്കും? എന്തിനകത്താ ഈ പാർട്ടിക്കിൾസ് ഇട്ട് കൊടുക്കുന്നത്? എന്തിനകത്ത് ഈ പാർട്ടിക്കിൾസ് കിടക്കുന്നത്? അത്രേ ഉള്ളു. അപ്പം കൂടുതൽ 15 to 20%, 40% ഭാഗത്തായിരിക്കും പാർട്ടിക്കിൾസ്. റിമൈനിങ് പാർട്ടിൽ മെട്രിക്സ് ആയിരിക്കും. അപ്പൊ ഇത് പാർട്ടിക്കിൾ ഫേസ് ഈ സ്റ്റിഫർ ആൻഡ് ഹാർഡർ ദാൻ ദി മെട്രിക്സ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ മെട്രിക്സിനെ കാട്ടിലും സ്റ്റിഫറും ആയിരിക്കും, ഹാർഡും ആയിരിക്കും. അപ്പൊ ദ പാർട്ടിക്കിൾസ് ഗീവ് സ്ട്രെങ്ത് ടു ദി മെട്രിക്സ് ബൈ റെസിസ്റ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് എ മെട്രിക്സ് ഇൻ ദ വിസിനിറ്റി ഓഫ് പാർട്ടിക്കിൾസ്. അതായത് ഈ ആഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? എടാ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ഈ വീടുണ്ടാക്കുമ്പം സിമെന്റ് മോട്ടറാണ് നമ്മൾ സാധാരണ എം സാൻഡും സിമെന്റും കൂടെ മിക്സ് ചെയ്യുന്നതിനായിട്ടാണോ സ്ട്രെങ്ത് കൂടുതൽ, അതോ എം സാൻഡും സിമെന്റും കുറച്ച് മെറ്റലും കൂടെ ഇടുന്നതിനകത്താണോ? അതായത് റോക്കും, അതായത് മെറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിനകത്ത് ഉപയോഗിക്കുന്ന ചെറിയ മെറ്റൽ, ആ മെറ്റലും കൂടെ ഇടുമ്പോഴാണോ സ്ട്രെങ്ത് കൂടുതൽ വരുന്നത്? അഗ്രിഗേറ്റഡ് ആഡ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത് കൂടാൻ കാരണം എന്താണ്? ആ ഒരു മെട്രിക്സിന്റെ, അത് സിമെന്റ് മോട്ടറിന്റെ മോഷൻ, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു മോഷൻ ആര് തടയും? ഡീഫോർമേഷൻ ആര് തടയും? ആരെടുക്കും ഈ ലോഡ്? ഈ ലോഡിനെ അബ്സോർബ് ചെയ്യും? അഗ്രിഗേറ്റ് ആയിട്ടുള്ള മെറ്റൽ പാർട്ടിക്കിളിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസ് തടയും. ആണോ? അപ്പൊ അതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെ കോമ്പസിനകത്ത് വരുന്നത്. ഒരു മെട്രിക്സ്, അതിനകത്തോട്ട് നമ്മൾ എന്ത് ആഡ് കൊടുക്കുന്നത്? 1 to 50 മൈക്രോമീറ്റർ സൈസ് ഉള്ള പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാക്സിമം വോളിയം എന്ന് പറയുമ്പോൾ 15 to 40% വരെ വരാം. പക്ഷെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന പാർട്ടിക്കിൾസിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ. ആ ഒരു പാർട്ടിക്കിൾസ് നമ്മുടെ മെട്രിക്സിന്റെ മോഷനെ തടയുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? മെട്രിക് ട്രാൻസ്ഫർ അപ്ലൈ സ്ട്രെസ് ദ പാർട്ടിക്കിൾസ് വിച്ച് ബിയർ ദി മോസ്റ്റ് ഓഫ് ദി അപ്ലൈഡ് ലോഡ്. നമ്മളിപ്പോ പറഞ്ഞില്ലേ, നമ്മൾ സിമെന്റ് മോട്ടറിനകത്തോട്ട് നമ്മൾ അഗ്രിഗേറ്റ് ആഡ് ചെയ്യുമ്പോൾ സിമെന്റ് ആ ഒരു അഗ്രിഗേറ്റ് ആഡ് ചെയ്തുള്ള
ഒരു കിട്ടുന്നതായിരിക്കും കൂടുതൽ സ്ട്രെങ്ത് വിസ്റ്റാൻഡ് ചെയ്യുന്നത് പറഞ്ഞു. കാരണം എന്താണ്, ആ ഒരു അഗ്രിഗേറ്റ് നമ്മൾ കൊടുക്കുന്ന ലോഡ് മൊത്തം ആര് അബ്സോർബ് ചെയ്യും, ആര് ബിയർ ചെയ്യും. ഞാൻ എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്താണ് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ മെട്രിക്സിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്ന പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഈ ലോഡ് മെട്രിക്സ് നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഇത് മെട്രിക് ട്രാൻസ്ഫർ അപ്ലൈഡ് സ്ട്രെസ് ടു എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, ആ സ്ട്രെസ്സിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, ആ സ്ട്രെസ്സിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടുന്നത്. ദ ഡിഗ്രി ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഓർ ഇംപ്രൂവ്മെന്റ് ഇൻ ദി മെക്കാനിക്കൽ ബിഹേവിയർ ഡിപ്പെൻഡ്സ് ഓൺ ദി വോളിയം ഫ്രാക്ഷൻ ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻ ദി കോമ്പോസിറ്റ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദി ബോണ്ടിങ് ബിറ്റ്വീൻ മെട്രിക്സ് ആൻഡ് പാർട്ടിക്കിൾസ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഈ എക്സാമ്പിളോട്ട് കണക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഈ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കൂടുന്നത് എന്തിന്റെ ബേസിലായിരിക്കും, എത്രമാത്രം നമ്മൾ അതിനകത്ത് അഗ്രിഗേറ്റ്സ് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അഗ്രിഗേറ്റും സിമെന്റും മോട്ടറും തമ്മിലുള്ള ബോണ്ടിങ് എത്രമാത്രം സ്ട്രോങ് ആണ്, അല്ലേ ആ ഒരു നമ്മൾ സിമെന്റിന്റെ കോണ്ടന്റ് കുറച്ച് കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അത് സ്ട്രോങ് ആവുമോ, അവിടെ ബോണ്ടിങ് ഉണ്ടാവോ പാർട്ടിക്കിൾസ് തമ്മിലാ, ഉണ്ടാവോ, ബോണ്ടിങ് ഉണ്ടാവോ പാർട്ടിക്കിൾസ് തമ്മിലാ. ബോണ്ടിങ് ഉണ്ടാവോ പാർട്ടിക്കിൾസ് തമ്മിലാ. ഇല്ല. അപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്, ഈ അഗ്രിഗേറ്റ് ആഡ് ചെയ്തെങ്കിൽ പോലും ഈ സ്ട്രെങ്ത്, ഈ ഒരു കോമ്പോസിറ്റിന്റെ സ്ട്രെങ്ത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോളിയം ഫ്രാക്ഷൻ ഓഫ് ദി പാർട്ടിക്കിൾസ്, എത്രമാത്രം നമ്മൾ പാർട്ടിക്കിൾസ് ആഡ് ചെയ്തു, പിന്നെ അവ തമ്മിലുള്ള മെട്രിക്സും ആ പാർട്ടിക്കിൾ തമ്മിലുള്ള ബോണ്ടിങ്, അല്ലെ. മെട്രിക്സ് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് ഈ ഒരു മെട്രിക്സ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കത്തുള്ളൂ, നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രെസ് മെട്രിക്സ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ, പാർട്ടിക്കിൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ, അല്ലെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ്. എന്താണ്, എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് നമ്മൾ പാർട്ടിക്കിൾസ് ആഡ് ചെയ്യുന്നു, രണ്ടാമത്തത് ഈ പാർട്ടിക്കിൾസും നമ്മുടെ മെട്രിക്സ് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണോ. ഓക്കെ. അപ്പം നോക്കി, ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആർ എൻഹാൻസ്ഡ് വിത്ത് ഇൻക്രീസ് ഇൻ ദ പർട്ടിക്കുലർ കണ്ടന്റ് അപ് ടു എ സെർട്ടൺ ക്രിട്ടിക്കൽ ഫ്രാക്ഷൻ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കുക, ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കി. നമ്മള് സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇത്, കണക്ട് ചെയ്ത് പരീക്ഷയ്ക്ക് ചെയ്ത് വെക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്ന. നമ്മളൊരു വെസലിനകത്ത് കുറച്ച് സിമെന്റ് എടുത്തു, അതിനകത്ത് കുറച്ച് ഫൈൻ അഗ്രിഗേറ്റ്, അതായത് എം സാൻഡ് പോലത്തെ ചെറിയ സാധനങ്ങൾ പാർട്ടിക്കിൾ മിക്സ് ചെയ്ത്, അപ്പൊ കിട്ടിയ സാധനം എന്താണ്, സിമെന്റ് മോട്ടറാണ്, ആണല്ലോ. സിമെന്റ് മോട്ടർ അല്ലേ, എക്സാമ്പിൾ പറയുവാണ്, സിമെന്റ് മോട്ടർ. ഈ സിമെന്റ് മോട്ടറിനകത്ത് ഞാൻ കുറച്ച് കോഴ്സ് അഗ്രിഗേറ്റ് ഇട്ട് കൊടുക്കാൻ പോവാ, അതായത് കുറച്ച് സൈസ് കൂടിയ മെറ്റൽ പാർട്ടിക്കിൾസ് ഇട്ട് കൊടുക്കാൻ പോവാ. ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നേരത്തെ കിട്ടിയ സിമെന്റ് മോട്ടറിനെ കാട്ടിലും സ്ട്രെങ്ത് എന്തുമായിരിക്കും, നേരത്തെ കിട്ടിയ സിമെന്റ് മോട്ടറിനെ കാട്ടിലും സ്ട്രെങ്ത് കുറച്ച് അഗ്രിഗേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും എന്ത് സംഭവിക്കും, സ്ട്രെങ്ത് കൂടുവോ കുറയുവോ. ഹലോ, കേൾക്കുന്നുണ്ടോ, സ്ട്രെങ്ത് കൂടുവോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നു,
കുറച്ചും കൂടെ അഗ്രിഗേറ്റ്സ് പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും കൂടുന്നു. അവിടെ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നു, വീണ്ടും സ്ട്രെങ്ത് കൂടുന്നു. അങ്ങനെ ആഡ് ചെയ്ത് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാലോ, അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നത്? ആകെപ്പാടെ കുറച്ച് സിമെന്റ് മോട്ടറേ ഉള്ളൂ. അതിനകത്തൊരു ലിമിറ്റ് കഴിഞ്ഞ് കൂടുതൽ അഗ്രിഗേറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് അല്ലേ ഉള്ളു, അല്ലെ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് മെട്രിക്സ് അല്ലേ ഉള്ളു. ആ മെട്രിക്സുകൾ വേണം ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മെട്രിക്സും ഈ പാർട്ടിക്കിളും തമ്മിലുള്ള ബോണ്ടിങ് തമ്മിലുള്ള ബോണ്ടിങ് എന്ത് സംഭവിക്കും? ഇത് എക്സാമ്പിൾ പറയും. ഇത് കണ്ടോ, ഇതൊരു മെട്രിക്സാ. ഇതിനകത്ത് ഞാൻ പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എവിടെ എല്ലാം പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും പാർട്ടിക്കിൾസ്. ഇത് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും ഈ മെട്രിക്സും തമ്മിലുള്ള പാർട്ടിക്കിൾ തമ്മിൽ ബോണ്ടിങ് ഉണ്ട്. ഇനി ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാന്ന്. അങ്ങനെ ഞാൻ നിറച്ച് അടുപ്പിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഈ പാർട്ടിക്കിൾസ് മെട്രിക്സ് തമ്മിലുള്ള ബോണ്ടിങ് അത്ര സ്ട്രോങ് ആവുമോ? ഈ പാർട്ടിക്കിൾസ് നമ്മുടെ മെട്രിക്സ് തമ്മിലുള്ള ബോണ്ടിങ് അത്ര സ്ട്രോങ് ആവുമോ? കാരണം ഇതെല്ലാം കൂടെ ടച്ച് ചെയ്തിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ പാർട്ടിക്കിൾസും നമ്മുടെ മെട്രിക്സ് തമ്മിലുള്ള ബോണ്ടിങ് അത്ര സ്ട്രോങ് ആവുന്നില്ല, അല്ലെ? അപ്പൊ അവിടെ എന്തുമായിരിക്കും? അവിടെ നമ്മുടെ സ്ട്രെങ്ത്, കോമ്പോസിറ്റിന്റെ സ്ട്രെങ്ത് എന്ത് സംഭവിക്കും? ഇവിടെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ കുറവായിരിക്കുമോ? നിങ്ങൾ ആലോചിച്ചെന്ന് പറഞ്ഞേ. നിങ്ങൾ ലോജിക്ക് അപ്ലൈ ചെയ്ത് ഇതൊന്നും കാണാൻ പഠിക്കേണ്ട കാര്യങ്ങളില്ല. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? സ്ട്രെങ്ത് കുറയും, അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വായിച്ചു നോക്കാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആർ എൻഹാൻസ്ഡ് വിത്ത് ഇൻക്രീസ് ഇൻ ദ പർട്ടിക്കുലർ കണ്ടന്റ് അപ് ടു എ സർട്ടൻ ഫ്രാക്ഷൻ. ആ മെക്കാനിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഹാർഡ്നെസ് നമുക്ക് കൂട്ടാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ലെവൽ വരെ നമ്മൾ പാർട്ടിക്കുലറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ദർ ഈസ് എൻ ഒപ്റ്റിമം വാല്യൂ വോളിയം ഫ്രാക്ഷൻ. അതായത് ആഡ് ചെയ്തെടുക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഈ പാർട്ടിക്കിൾ മെറ്റീരിയൽസിന് ആഡ് കൊടുക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ദർ ഈസ് എൻ ഒപ്റ്റിമം വോളിയം ഫ്രാക്ഷൻ എബവ് വിച്ച് ദ പ്രോപ്പർട്ടി ഡീഗ്രേഡ്. അതായത് ആ ഒരു ഒപ്റ്റിമം പാർട്ടിക്കിൾ വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ പാർട്ടിക്കിൾസ് നമ്മൾ ആ മെട്രിക്സിനകത്തോട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി കൂടത്തില്ല, പകരം എന്ത് സംഭവിക്കും? പകരം പ്രോപ്പർട്ടി കൂടത്തില്ല, പകരം എന്ത് സംഭവിക്കും? പ്രോപ്പർട്ടി കുറയും, അല്ലേ? ആണോ? നിങ്ങൾ എന്താണ് റെസ്പോണ്ട് ചെയ്യാത്ത? നിങ്ങൾ എന്താ പറ്റി? ഇന്ന് ആരും ഇല്ലേ നമ്മുടെ ക്ലാസ്സിലോ? ആരും മിണ്ടുന്നവരും ഇല്ലല്ലോ. 26 പേരേ ഉള്ളു. അപ്പൊ എന്തുകൊണ്ടാ പ്രോപ്പർട്ടി കുറയുന്നത്? എന്തുകൊണ്ടാ? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞിട്ട് ആൻസർ പറയാം. എന്തുകൊണ്ടാണ് ആ ഒരു പ്രത്യേക ലിമിറ്റ് കൂടുതൽ, വോളിയം കൂടുതൽ നമ്മൾ പാർട്ടിക്കിൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രോപ്പർട്ടി കുറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാ പറയുന്നത്? അത്രേ ഉള്ളൂ. കോമൺ സെൻസ് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളുള്ളൂ. അപ്പൊ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് കൂടുതൽ മെട്രിക്സ് ഇല്ല. Since the available metric space will not be enough to separate the particle as well as to cause effective bonding between matrix and the filler. അതായത് നമുക്ക് ആ പടം ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി മെട്രിക്സിനേ ഉള്ളൂ. അതിനകത്തോട് നമ്മൾ വീണ്ടും മെറ്റീരിയൽസ് ആഡ് ചെയ്ത് കൊടുത്താൽ സ്ട്രെങ്ത് കൂടും. പക്ഷെ സ്ട്രെങ്ത് കൂടിയിട്ട് ഒരു ഒപ്റ്റിമം വാല്യൂ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് കുറയും. കാരണം എന്താണ്? ആ ഒരു അത്രയൊരു മെട്രിക്സ് കൊണ്ട് അതിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവ തമ്മിൽ ഒരു എഫക്റ്റീവ് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
ആണല്ലോ. അതുപോലെ തന്നെ ഫോർ എഫക്റ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസ് എല്ലാം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ആ പാർട്ടിക്കിൾ ഷുഡ് ബി സ്മോൾ, ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കണം. അത് മാത്രമല്ല എങ്ങനെയായിരിക്കണം? പാർട്ടിക്കിൾ ഷുഡ് ബി സ്മോൾ ആൻഡ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് കണ്ടോ, ഇതൊരു മെട്രിക്സാ. ഇതിനകത്ത് 3 വലിയ പാർട്ടിക്കിൾസ് ഇടുന്നതാണോ നല്ലത്, അതോ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? അതിനകത്ത് ഏതാ ബെറ്റർ? ഒരു മെട്രിക്സിനകത്ത് 3 വലിയ പാർട്ടിക്കിൾസ് ഇടുന്നതാണോ നല്ലത്, അതോ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണോ പ്രോപ്പർ സ്ട്രെങ്ത് ഉണ്ടാവുന്നത്? ഏതാ? രണ്ടാമത് പറഞ്ഞത്, അതായത് ഫോർ എഫക്റ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ദ പാർട്ടിക്കിൾ ഷുഡ് ബി സ്മോൾ ആൻഡ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി മെട്രിക്സ്. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ലാർജ് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്മെന്റിനകത്ത് ഫസ്റ്റ് വൺ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണകത്ത് ലാർജ് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്മെന്റ് ആണ് പഠിക്കുന്നത്. ലാർജ് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്മെന്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്? സൈസ് 1 to 50 മൈക്രോമീറ്റർ. പിന്നെ വോളിയം 15 to 40% ഓഫ് ദ വോളിയം. പിന്നെന്താണ് പറഞ്ഞത്? പാർട്ടിക്കിൾസിന്റെ എമൗണ്ട് ക്വാണ്ടിറ്റി കൂട്ടും തോറും സ്ട്രെങ്ത് കൂടും. പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെങ്ത് എന്ത് സംഭവിക്കും? കുറയും. കാരണം എന്താണ്? അതിൻ്റെയുള്ള മെട്രിക്സ് അവൈലബിൾ അല്ല, അല്ലെ? അപ്പൊ അവിടെ പ്രോപ്പർ ബോണ്ടിങ് നടക്കത്തില്ല. അപ്പൊ നമുക്കൊരു പ്രോപ്പർ സ്ട്രെങ്ത് ഉള്ള ഒരു മെട്രിക്സ് വേണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾ സൈസ് സ്മോൾ ആയിരിക്കണം. അതിന്റെ കൂടെ തന്നെ അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ഈവൻ ഡിസ്ട്രിബ്യൂഷൻ. ഇനി 2 എക്സാമ്പിൾസ് കൂടെ പഠിക്കണം കേട്ടോ. ലാർജ് പാർട്ടിക്കിൾ കോമ്പോസിറ്റ് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേന് നോക്കിയേ, സെർമൻസ് എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ്. സെർമൻസ് എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് ഉണ്ട്. ആ കോമ്പോസിറ്റിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ കാർബൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം കാർബൈഡ് അത് രണ്ടും പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ടങ്സ്റ്റൺ കാർബൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം കാർബൈഡ് കൊബാൾട്ട് അല്ലെങ്കിൽ നിക്കലിന്റെ ഒരു മെട്രിക്സിനകത്ത് എന്ത് ചെയ്ത് കൊടുക്കും? ടങ്സ്റ്റൺ കാർബൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം കാർബൈഡ് നമ്മൾ എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും? പിന്നെ മെറ്റൽ മെട്രിക്സ് ഓഫ് കൊബാൾട്ട് ഓർ നിക്കൽ. അതൊരു കോമൺ എക്സാമ്പിൾ ആണ്. പിന്നെ വൾക്കനൈസ്ഡ് റബ്ബറിനകത്ത് എന്തുവാ? റബ്ബർ എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? പാർട്ടിക്കിൾസ് ആയിട്ട്. റബ്ബർ എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് എന്ത് ആഡ് ചെയ്ത് കൊടുക്കും പാർട്ടിക്കിൾസ് ആയിട്ട്? വൾക്കനൈസ്ഡ് റബ്ബറിനകത്ത് എന്തോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? റബ്ബർ എന്ന് പറഞ്ഞ മെട്രിക്സിനകത്ത് എന്തോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? കാർബൺ ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏതാ? വൾക്കനൈസ്ഡ് സൾഫർ ആഡ് ചെയ്യുമ്പോഴാണ്. പക്ഷെ നമുക്ക് ഈ ഒരു കോമ്പോസൈറ്റിനകത്ത് നമുക്ക് കാർബൺ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു സ്ട്രെങ്ത് പറയുന്നത്. അപ്പൊ കാർബൺ ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനകത്ത് കേട്ടോ. വൾക്കനൈസേഷൻ നമ്മൾ സൾഫറിലിട്ട് ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് വൾക്കനൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ഒരു കോമ്പോസൈറ്റിന്റെ കേസ് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി ഹാർഡ്നെസ് കിട്ടുന്നത് നമ്മൾ ഈ ഒരു കാർബണിന്റെ കണ്ടന്റും കൂടെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ലാസ്റ്റ് എന്താണ്? കോൺക്രീറ്റ്. ഞാൻ കുറെ പ്രാവശ്യം എക്സാമ്പിൾ പറഞ്ഞാണ് കോൺക്രീറ്റിന്റെ എക്സാമ്പിൾ എന്താ? അതിനകത്ത് എന്തൊക്കെയുണ്ട്? സാൻഡ് ഉണ്ട്, പിന്നെന്താണ്? സാൻഡ് ഉണ്ട്, ഗ്രേവൽ പാർട്ടിക്കിൾസ് ഓഫ് സ്ലറി ഓഫ് സിമെന്റ്. എന്തിനാ? സിമെന്റ് മെട്രിക്സിനകത്ത് സിമെന്റ് ആണ് മെയിൻ ആയിട്ടും, അല്ലെ? സിമെന്റിനകത്ത് സാൻഡ് ഉണ്ട്, പിന്നെ എന്താണ്, ചെറിയ ചെറിയ ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ട്, പിന്നെ കോഴ്സ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മൾട്ടി ഫേസ് ആണ്, അല്ലേ? അതായത് ഒന്നിലധികം ഫേസസ് ഉണ്ട്, അല്ലെ? സിമെന്റ് മോട്ടർ ഉണ്ട്, പിന്നെ ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ട്, കോഴ്സ് പാർട്ടിക്കിൾസ് ഉണ്ട്, അങ്ങനെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ലാർജ് പാർട്ടിക്കിൾസ് മെട്രിക്സിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത്
ഡിസ്പേർഷൻ സ്ട്രെങ്തൻഡ് കോമ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഡിസ്പേർഷൻ സ്ട്രെങ്തൻഡ് കോമ്പോസിറ്റ്, അപ്പൊ നമ്മളിപ്പം പാർട്ടിക്കിൾസ് കോമ്പോസിറ്റ് നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ ദി ഫേസ്, ബേസ്ഡ് ഓൺ ദി സൈസ്, ഷേപ്പ്, ഓറിയന്റേഷൻ ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് എന്താണ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു, ഫൈബർ പറഞ്ഞു. പാർട്ടിക്കിളിനകത്ത് രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് പറയുമ്പോൾ ലാർജ് പാർട്ടിക്കിൾ ഒന്ന്, രണ്ടാമത്തെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏത്? രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ എന്താണ്? ഡിസ്പെർഷൻ. ഓക്കെ, ഇപ്പൊ ഡിസ്പെർഷൻ സ്ട്രെങ്തനിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ the metals and metal alloys may be strengthened and hardened by the uniform dispersion of several volume percent of fine particles of less than 1 micrometer of very hard and inert material. അപ്പൊ ഇതിനകത്ത് പാർട്ടിക്കിൾ സൈസ് എത്രയാണ്? ഫൈൻ പാർട്ടിക്കിൾസ് ഓഫ് ലെസ് ദാൻ 1 മൈക്രോമീറ്റർ. വളരെ ഫൈൻ. എന്നിട്ട് മെറ്റിനകത്ത് എത്രയാണ്? 1 to 50 മൈക്രോമീറ്റർ ആയിരുന്നു. ഇവിടെ ലെസ് ദാൻ 1 മൈക്രോമീറ്റർ ഉള്ള പാർട്ടിക്കിൾസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. അപ്പൊ ഈ മെറ്റീരിയലിന് പ്രത്യേകത, ഈ മെറ്റീരിയൽ എങ്ങനത്തെ മെറ്റീരിയൽ ആണ്? എങ്ങനത്തെ മെറ്റീരിയൽ ആണ്? എങ്ങനത്തെ മെറ്റീരിയൽ ആണ്? ഇനേർട്ട് മെറ്റീരിയൽ ആണ്. വെരി ഫൈൻ പാർട്ടിക്കിൾസ് ആണ്. പാർട്ടിക്കിൾ സൈസ് എത്ര മുതൽ എത്ര വരെയാണ്? ലെസ് ദാൻ 1 മൈക്രോമീറ്റർ ആണ്, അല്ലേ? അപ്പൊ ഇതിനകത്ത് മെറ്റീരിയലിനകത്ത് ഫേസ് വോളിയം നമ്മൾ എത്ര പറഞ്ഞത്? 15 to ലാർജ് പാർട്ടിക്കിളിനകത്ത് ഫേസ് വോളിയം എത്ര പറഞ്ഞത്? 15 to 40 അല്ലേ? ഇവിടെ നോക്കിയാൽ ഫേസ് വോളിയം ഡിസ്പേഴ്സ്ഡ് ഫേസ് ഷുഡ് ബി 5 to 15% ആയിരിക്കണം. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് നമ്മൾ ലാർജ് പാർട്ടിക്കിൾസിനകത്ത് 15 to 40 ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസിനകത്ത് എങ്ങനെയാണ്? എത്രയാണ്? 5 to 10%. അത് ആ ഡിസ്പേഴ്സ്ഡ് ഫേസ് മെറ്റാലിക് ആവാം, നോൺ മെറ്റാലിക് ആവാം. ഓക്കെ, നോൺ മെറ്റാലിക് ആവാം, നോൺ മെറ്റാലിക് ആവാം. സാധാരണയായിട്ട് ഓക്സൈഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് എന്ത് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്? ഓക്സൈഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെട്രിക്സിനെക്കാട്ടിലും സ്ട്രോങ്ങർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിസ്പെർഷൻ ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. മെട്രിക്സിനെക്കാട്ടിലും സ്ട്രോങ്ങർ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ ഡിസ്പെർഷൻ ഫേസിൽ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ, ബാക്കി നമുക്ക് ഫോർത്ത് അവർ പഠിക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കോമ്പോസിറ്റ്സ്